Praise to the Lord, who will prosper thy work and defend thee. Surely His goodness and mercy will daily attend thee. For let you what the Almighty can do. In faith thou living friend. കർത്താവിന്റെ വലിയ നാം വാഴ്ത്തപ്പെടുമാറാകുന്ന ലോകത്തെയും ദൈവസേനയിൽ അടുത്ത് വരുവാൻ സർവശക്തനായ ദൈവത്തെ നാമത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കീർത്തനം 100-ാം സങ്കീർത്തനം ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണല്ലോ ഈ 100-ാം സങ്കീർത്തനം. We know that this psalm is a psalm of praise, helping us to praise and thanks to our Lord. Worship Him. ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന 7-ലധികം വാക്കുകൾ, വളരെ അർത്ഥവത്തായ വാക്കുകൾ ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. At least more than 7 words are used for us in connection with the worship. അത് ആർപ്പിടുവീൻ, സേവിപ്പീൻ, വരുവീൻ. It's like to serve the Lord, to enter into His gates with thanksgiving. അതുപോലെ തന്നെ അറിവീൻ, പ്രവേശിപ്പീൻ, സ്തോത്രം ചെയ്യുവീൻ, വാഴ്ത്തുവീൻ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മെ ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. All these words are helping us to worship Him. എന്നാൽ അതിനുള്ള പ്രധാന കാരണം അവസാനത്തെ വാക്യത്തിലാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവസാനത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. യഹോവ നല്ലവനല്ലോ. Then the reason why we need to do all these things is because it's given in verse 5, for the Lord is good. ദൈവം നല്ലവനാണ്. അത് നമുക്ക് അവൻ ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണ്. അവൻ എല്ലാ കാര്യത്തിലും എപ്പോഴും കോപിക്കുന്നവനല്ല. മക്കൾക്ക് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ദൈവമാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓർത്തല്ലോ. For the Lord is definitely is good. We have heard that as in the last week, as well as Father pities His children, so He pities us. So He is a merciful God. He is a compassionate God. Come to this presence of the Lord who is good. നമ്മളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ നല്ലവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മഹാദയുള്ളവനാണ്, എപ്പോഴും കോപിക്കാത്തവനാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് സങ്കീർത്തനത്തിലുടനീളം നമുക്ക് വരച്ചു കാണിക്കുന്നു. But when we think about our God, He is a merciful and compassionate God. He is the Lord who is good. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ സാധാരണ പാടുന്ന ഒരു പാട്ടാണ് ഇതെന്ന് ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. In Leviticus chapter 7, we see that the children of Israel is praising the Lord God Yahweh. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. ആരാധനയിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. It mentioned that come into His courts with praise. അത് സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആരാധനയ്ക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സംഗീതങ്ങൾ, അതായത് ആരാധനയ്ക്ക് യോഗ്യമായ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. It's mentioned to us that when we come to worship, we have to come before His presence with praise and song. 105-ാം സങ്കീർത്തനത്തിന്റെ 43-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാവാക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം അഥവാ സന്തോഷത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് നാം എഴുന്നേക്കും. കാരണം എന്താണ്? നമുക്ക് ഉണ്ടായ നഷ്ടം ദൈവം പരിഹരിച്ചു. അതോർത്തുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ആ സങ്കീർത്തനം നാം കാണുന്നത്. In the psalm we have it's mentioned that we come before His presence to thanksgiving and praise Him. ഇവിടെ നാം വായിച്ചത് സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരും. ദൈവസന്നിധിയിൽ വരുമ്പോൾ സംഗീതത്തോടു കൂടി ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്ന സംഗീതത്തോടു കൂടി ദൈവസന്നിധിയിൽ കടന്നു വരാനാണ് അവിടെ പറയുന്നത്. It's mentioned that when we come enter into His gates, we have to come before His with thanksgiving. നിങ്ങളിൽ സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ എന്ന് നമുക്ക് ലേഖനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. Those who are glad they should sing is what we mention in the scriptures. 105-ാം സങ്കീർത്തനത്തിന്റെ 43-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ തന്റെ ജനത്തെ സന്തോഷത്തോടും താൻ തെരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ, അതായത് പാട്ടുകളോടും കൂടെ പുറപ്പെടുവിച്ചു എന്ന 105-ാം സങ്കീർത്തനം. അതായത് ദൈവം അവരെ വീണ്ടെടുത്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് അവർ പാടുകയാണ്. We read that when the children of Israel were delivered, they sing the song of deliverance, and we read that in Psalm 105 verse 43. And He brought forth His people with joy and His chosen with gladness. 126-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ അത് തന്നെയാണ് കാണുന്നത്. ദൈവം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ ഞങ്ങളുടെ വായിൽ ചിരിയും നാവിൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരനോട് പറയുന്നത്. 126-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ. And in Psalm 126 and verse 2, then was our mouth filled with laughter and our tongue with singing. അതെ, ഇന്ന് പകൽ സമയം നമുക്ക് ദൈവത്തെ പാടി പുകഴ്ത്തി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. അതിന്റെ കാരണം
ദൈവം നല്ലവനാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോയപ്പോഴും ലോകമെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞപ്പോഴും അവൻ നമുക്ക് നല്ലവനായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ അവൻ പരിപാലിച്ചു. ദൈവം നല്ലവനാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ പലപ്പോഴും നമുക്ക് നല്ലവനല്ലെങ്കിലും ദൈവം നമുക്ക് നല്ലവനാണ്. അതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. One thing that we are glad to know that when we come to His presence, let us continue to serve the Lord with gladness and come before His presence with thanksgiving and singing. ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise the Lord. Last week I was in fellowship with the Valpower Brethren Assembly in Pune, and I'm so happy to be back in this assembly for this week. And for just a brief meditation, can we turn to Psalms 136 verses 1 to 5? Psalms 136 verse 1 to 5. Oh, give thanks to the Lord, for He is good, for His mercy endures forever. Oh, give thanks to the God of gods, for His mercy endures forever. Oh, give thanks to the Lord of lords, for His mercy endures forever. To Him who alone does great wonders, for His mercy endures forever. To Him who by wisdom made the heavens, for His mercy endures forever. Hear Him, the Lord be good. Songs of Zion 116. Songs of Zion 116. Man of sorrows, what a name. Man of sorrows, what a name, for the Son of God who came, ruined sinners to reclaim. Hallelujah, what a Savior, bearing shame and scoffing rude, in my place condemned He stood. Seal my pardon with His blood. Hallelujah, what a Savior. Guilty, violent, helpless, weak, spotless Lamb of God was He. Full atonement can it be? Hallelujah, what a Savior. Lifted up was He to die. His finished was His crown. Now in heaven exalted high. Hallelujah, what a Savior. When He comes a glorious King, all His ransom home to bring, then anew this song will sing. Hallelujah, what a Savior. കർത്താവിന്റെ പരിശുദ്ധമായ നാമം പാടുമാറാകട്ടെ. May the precious name of the Lord be glorified. കഴിഞ്ഞയാഴ്ചയിൽ റിയാദിലുള്ള ദൈവജനത്തോടൊപ്പം ദൈവത്തെ ആരാധിപ്പാനോടൊപ്പം ദൈവം സഹായിച്ചു. Last week I was able to worship with the saints in the saints at Riyadh Assembly. ഇന്നിവിടെയുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം ഈ നിലയിൽ ദൈവത്തെ ആരാധിപ്പാനോടൊപ്പം സന്തോഷമുള്ളതാണെന്നുള്ള വിവരം സഭയെ അറിയിച്ചിട്ടുള്ളൂ. Today I'm privileged to come back and worship the Lord with the saints here. വിശുദ്ധ ആരാധനയുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം പ്രത്യേകിച്ച് നാം ഇന്ന് ചിന്തിച്ച സങ്കീർത്തന ഭാഗത്തിന്റെ ഒരു ഭാഗം വായിക്കാൻ I would like to share one thought in connection with the worship, with the thought that we have heard this morning. അതിന്റെ മൂന്നാം വാക്യം, യഹോവ തന്നെ ദൈവം എന്നറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി. Psalm 100 verse 3, knowing that the Lord He is God, it is He that hath made us. എന്നാൽ ഈ നിലയിൽ ദൈവത്തെ ആരാധിക്കാനായി ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കടന്നു വന്നിരിക്കുമ്പോൾ When we come before His presence during the first day of this week, നമുക്ക് ഓർക്കുവാനുള്ളത് നാം ആരാധിക്കുന്ന ഈ ദൈവം എത്ര വലിയവൻ, എത്ര മഹത്വമുള്ളവൻ ആണെന്നുള്ള വിവരമാണ്.
One thing we can remember that how our God whom we worship is how mighty and great God He is. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവ അനേക ദൈവങ്ങളിൽ ഒരു ദൈവം എന്നല്ല, മറിച്ച് യഹോവ തന്നെ ദൈവം എന്നറിവിൻ എന്നാണ്. We read that, knowing that the Lord He is God. He is not among many God, but He is one God. അവൻ നമ്മെ ഉണ്ടാക്കിയതായിട്ടും അവൻ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചതായിട്ടും നമുക്ക് വേദവചനത്തിൽ നിന്ന് കാണുവാൻ തക്കോണം സാധിക്കും. Also it is mentioned from the scriptures that He is the one who made us, and all the creation He made. സങ്കീർത്തനങ്ങൾ 100, അതിന്റെ തൊട്ട് മുമ്പിലുള്ള സങ്കീർത്തനങ്ങൾ, അതിന് തൊട്ട് അടുത്തുള്ള സങ്കീർത്തനങ്ങളെല്ലാം ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലിപ്പവും യഥാർത്ഥത്തിൽ നമ്മെ വരച്ച് കാണിക്കുന്ന സങ്കീർത്തനങ്ങൾ അത്രേ. In the Psalms preceding Psalm 100 and the Psalms following Psalms 100, it points out that how great our God is. ഇവയെല്ലാം സാധാരണയായിട്ട് നാം ആരാധനയുള്ള ബന്ധത്തിൽ വളരെ അധികം ചിന്തിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങൾ അത്രേ. All these portions we normally read through during the worship service. ഈ സങ്കീർത്തനങ്ങൾ കൂടെ ദൈവത്തിന്റെ മഹത്വവും വലിപ്പവും ഇന്ന് പ്രഭാതത്തിലും നമുക്ക് വായിച്ച് അറിയുവാൻ തക്കോണം സാധിക്കുന്നു. This morning time also we remember how great our God is, how mighty our God is. നാം ഭൂമിയെയും ഭൂമണ്ഡലത്തിലെ ഒക്കെയും സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ മഹത്വവും ആ വലിപ്പവും ഇന്ന് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കണമെങ്കിൽ നാം യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. If we need to understand how great and mighty our God is, let's turn to the book of Isaiah. അതിനു മുമ്പായിട്ട് 40-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും ഈ വലിയവനായ ദൈവം, ഈ സർവത്തെയും സൃഷ്ടിച്ച ഒരു ദൈവത്തിന്റെ ഒരു പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. നിന്നോട് സദൃശ്യൻ ആരുമില്ല. Not only that, before that, let's turn to Psalm 50. We read there that there's no other God who is as comparable to our God. അതുകൊണ്ടത്രേ ഇന്ന് നാം ചിന്തിച്ച സങ്കീർത്തനത്തിലും അതേ അർത്ഥം ഉള്ള യഹോവ തന്നെ ദൈവം എന്നറിവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Likewise, we remember that in our Psalm 100 that we read there that He is our God. നാം യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we turn to Isaiah chapter 40, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 18-ാം വാക്യത്തിൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും. verse 18, to whom then will He liken God? ഇത്ര വലിയവനായ ദൈവത്തെ മറ്റൊരു ദൈവത്തോടും ഉപമിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. We can safely say that this great God is incomparable to others. അതിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെയും ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യനാക്കും എന്നുള്ളതും കാണും. And verse 25, to whom then will He liken me, or shall I be equal? ഇത്ര വലിയവനായ ഒരു ദൈവത്തിന്റെ ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിലെ കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ When we remember how this great God in connection with His creation, യെശയ്യാ പ്രവചനം 40-ാം അധ്യായം ദൈവത്തിന്റെ ആ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ വളരെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. read that the chapter 40 of Isaiah talks about mentions how great our God is and how He created this entire universe. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ Genesis chapter 1 begins with ഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച കാര്യങ്ങളോടെയാണ്. it talks about the creation of this earth. എന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം അതിന്റെ 40-ാം അധ്യായം അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. But if we want to understand the truth, in true sense, creation, we have to turn to the chapter 40 of book of Isaiah. അതിന്റെ 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും who had measured the waters in the hollow of his hand, verse 12. ചാൺ കൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും And measured out heaven with a span. ഭൂമിയെ പൊടി കൊണ്ട് ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും And comprehended the dust of the earth in a measure. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ട് And weighed the mountains in scales. കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ. And the hills in a balance. ഇത്ര വലിയവനായ ഒരു ദൈവത്തിന്റെ ആ വലുപ്പം യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്ന വാക്യങ്ങൾ അത്രയും നാം വായിച്ചത്. These verses glorify how mighty our God is. നാം ഈ നിലയിൽ ഈ വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം നാം ഈ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള വലിപ്പവും ദൈവം ആരായിരുന്നു എന്നുള്ള ആ ദൈവത്തിന്റെ ആ മഹത്വവും ഈ വാക്യങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ദർശിക്കാൻ തക്കോണം സാധിക്കും. These verses help us to understand how great our God is, how His glory is beyond measure that we read. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് യഹോവ തന്നെ ദൈവമെന്നറിവിൽ അവൻ നമ്മെ ഉണ്ടാക്കി.
That's why the psalmist is exhorting us that by saying that knowing that the Lord, He is God. അതിന്റെ 100-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തിൽ നാം വായിക്കുന്നത് പോലെ സകല പ്രവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുകയും. You see, that has made that in verse 1 we read that make a joyful noise unto the Lord, holy lands. ആ സകല പ്രവാസികളുടെ ഭാഗമായിട്ടിരിക്കുന്ന നാമം ഇന്ന് പ്രഭാതത്തിൽ ഈ നിലയിൽ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഈ വലിയവനായ ദൈവത്തെ നമ്മെ സൃഷ്ടിക്കുകയും ഭൂമണ്ഡലത്തെ ഒക്കെയും സൃഷ്ടിക്കുകയും ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്ത ഈ വലിയ ദൈവത്തെ അവന്റെ ആ മഹത്വവും ആ വലിപ്പവും അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ വലിയ ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ദൈവത്തെ നാം മഹത്വപ്പെടുമാറാകട്ടെ. May the God help us to worship in spirit and show for He is a great God. He is creator of the entire universe, and He is the God who is rich in mercy and love. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ഒരാളുമില്ല അവനെ പോലാരാധ്യരാരുമില്ല. അവനൊപ്പം പറയാനൊരാളുമില്ല. അവനെ പോലാരാധ്യരാരുമില്ല. അവനിൽ ശരണപ്പെട്ടാലുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ വണങ്ങി നമസ്കരിപ്പിൻ ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ഘനമുണ്ട് ബഹുമാനമാകവേ തിരുമുൻപിൽ അർപ്പിച്ചു വീഴുവിൻ തിരുനാമമെന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആരാധനയ്ക്ക് ആവശ്യമായ ആലോചനകൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. As part of the worship, we have received all the relevant thoughts. എങ്കിലും എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Still, I would like to share one thought. നാം ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ രൂപം ഏത് വിധത്തിൽ ഉള്ള ചിന്തകൾ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം പ്രഭാതത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We were remembering this morning time this part that how our God is, how is an incomparable God. നമുക്കറിയാം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നാം ആരും തന്നെ ദൈവത്തെ കണ്ടിട്ടില്ല. Even though many things about our God is mentioned in the scripture, but we never have seen Him. നാം ഇപ്പോൾ കേട്ടതുപോലെ നമ്മുടെ ദൈവം മഹാനാണ്, വലിയവനാണ്, അതിന് ഏറ്റവും ശ്രേഷ്ഠമായി അവൻ സുന്ദരനാണ് എന്നുള്ളതാണ്. We just heard that our God is a great God. He is a very beautiful God. അവൻ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനും ശ്രേഷ്ഠനുമാണ് എന്നുള്ളതാണ് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. Through the scripture we see that He is a very beautiful God, more than 10,000s of. അതെ, നമ്മുടെ ദൈവം മനോഹര രൂപിയാണ്. Our God is a very beautiful God. ഉത്തമഗീതം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Songs of Solomon chapter 5 and verse 16. അവൻ്റെ വായ് ഏറ്റവും മാധുര്യമുള്ളത്, അവൻ സർവാംഗ സുന്ദരൻ തന്നെ. His mouth is most sweet, yeah, he is altogether lovely. മണവാട്ടി തൻ്റെ മണവാളിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇതെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവിൻ്റെ ഒരു നേർചിത്രം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. We read that the groom is telling about the bride here, but because we can see that this is the same picture we see about our Lord and Church. അതെ, നാം ഓർത്തുപോലെ നമ്മുടെ ദൈവം സർവാംഗ സുന്ദരൻ തന്നെ. He is altogether lovely. As we remember the morning that He is altogether lovely God. ഈ മനോഹര രൂപിയായ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് നാം എത്ര ഭാഗ്യവാന്മാരാണ്. How lovely and a privilege for us also to come together, be the children of this mighty and lovely God. നമ്മുടെ വായിച്ചതുപോലെ അവൻ മനോഹര രൂപിയാണ്, ഒപ്പം അവൻ്റെ വാക്കുകൾ ഇമ്പമാർന്നവയുമായിരുന്നു. We read that although He is altogether lovely, His mouth is most sweet. അതെ, താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാധുര്യ വാക്കുകൾ പൊഴിച്ച്
മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന വിധത്തിലുള്ള വാക്കുകൾ മാത്രം അവനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് അവൻ ഈ ഭൂമിയിലായിരുന്നു. While we read that in scripture, while he was on earth, we see how sweet words were proceeded out of his mouth. ഈ മാതൃവാനായ ദൈവത്തെ പിൻപറ്റുന്ന നാം എപ്രകാരം ആയിരിക്കുന്നു എന്നും ഈ സന്ദർഭത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. In connection with this portion, it's important to us also to understand how our lives are in connection to how sweet our Lord's words are. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും നാം മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും പറ്റും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്രകാരമുള്ളവയാണ് എന്ന് വിലയിരുത്തുന്ന ഈ സന്ദർഭത്തിൽ നന്നായിരിക്കും. Also, it's important for us to introspect how the words that's proceeded from our mouth, how it is. തീർച്ചയായും അവനെ അനുഗമിക്കുന്ന ഈ വലിയ ദൈവത്തെ, സുന്ദരനായ ദൈവത്തെ അനുഗമിക്കുന്ന നാമം അപ്രകാരമായിരിക്കണം എന്ന് അവൻ നമ്മിൽ ആഗ്രഹിക്കുന്നു. The Lord is expecting us to also be like our Lord Jesus, who has those words proceeded which are sweet. നമ്മുടെ നാവിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പുറപ്പെടണം എന്ന് അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. The words that proceeded from our mouth should be words of blessed. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് സ്വയം പരിശോധന ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. But when we many times when we think about this, there may be something like that is lacking in us. തന്നിൽ നിന്നും മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലും വിരോധം വരുന്ന ഒരു വാക്ക് പോലും നമ്മുടെ കർത്താവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്തിൽ മനസ്സിലാക്കാൻ കഴിയും. From the scripture we read that there are no words that proceed out of mouth which is against the others. ആ ദൈവത്തെ പിൻപറ്റുന്ന നാം, അവനിൽ വിശ്വാസം അർപ്പിച്ച നാം എത്ര ഭാഗ്യമുള്ളവരാണ്. We should follow our Lord Jesus, whom we set our belief on. എന്നാൽ നാം തിരുവനന്തപുരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ആ മനോഹര രൂപിയായിരുന്നവൻ നമുക്കായി വിരൂപമാക്കപ്പെട്ടു എന്നുള്ളതാണ്. But through scripture we see that even though he was very magnificent and beautiful, how he was marred for each one of us. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. We read that in the Isaiah chapter 53. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച ആ വചനം അവിടെ നിവൃത്തിയാവുകയാണ് ചെയ്തത്. We see that the scripture was fulfilled there. നമുക്കായി നമ്മെ വീണ്ടെടുക്കുന്നതിനായി അവൻ വിരൂപമാക്കപ്പെട്ടു. He was not to redeem us, he became his face was so marred for അവിടെ us. നാം വായിക്കുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ലാത്ത വിധം അവൻ നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടു എന്നാണ്. We read that his 53. and in Isaiah chapter 53, we read that his face was so marred that anybody who sees his face can't recognize him. അത് നമ്മെ കോമള രൂപരാക്കി തീർക്കുന്നതിന് വേണ്ടി അവൻ വിരൂപമാക്കപ്പെട്ടു. He was marred for each one of us. എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മോട് കാണിച്ചത്. How great love we can see here, how God is showing towards the Son. ഈ സ്നേഹസ്വരൂപനായ ദൈവത്തെ നമ്മെ നാശത്തിൽ നിന്നും വീണ്ടെടുത്ത, നമ്മെ കരകയറ്റിയ ഈ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാനാണ് കടപ്പെട്ടിരിക്കുന്നു. We are all indebted to worship and give thanks to this great God. അതെ, നാം ഓർത്തപോലെ ലോക ജനങ്ങളിൽ നിന്നും അവർ ആരാധിക്കുന്ന ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. We remember that our God is a God who is not among the gods of this world. അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. That's great joy that brings to each one of us. ഈ ദൈവത്തെ നമുക്ക് സന്തോഷത്തോടെ ആരാധിക്കാം, സ്തുതിക്കാം. Let us continue to give him thanks and praise him and worship him in gladness. നാം ഒരുക്കി കൊണ്ടുവന്ന സുഗന്ധ വർഗം അവൻ്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. Let us offer unto him the sweet savor that we have brought forth. ദൈവമായ കർത്താവ് അതിനെവരെയും സഹായിക്കട്ടെ. May the Lord help us in worshiping his spirit and truth. സർവാംഗസുന്ദരൻ മധുരമാം നാവിലെനി ഒന്നിക്കുവാൻ നിത്യനപോരാതൻ ക്രിസ്തുസ്നേഹത്തിൽ ആഴമടങ്ങിടുവാൻ നിത്യനപോരാതൻ ക്രിസ്തുസ്നേഹത്തിൽ ആഴമടങ്ങിടുവാൻ യേശുവുണ്ട്, ആശ്രയിപ്പാനവൻ കൂടെയുണ്ട്. ആകയാൽ ജീവിതഭാരമെനിക്കില്ല, ആകുലമൊന്നുമില്ല. ആകയാൽ ജീവിതഭാരമെനിക്കില്ല, ആകുലമൊന്നുമില്ല. ജീവനാഥൻ
എന്നോർക്കുമ്പോഴെന്നുള്ളം കത്തുന്നു സ്നേഹാഗ്നിയാ. എന്നോർക്കുമ്പോഴെന്നുള്ളം കത്തുന്നു സ്നേഹാഗ്നിയാ. ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ കാലത്തിനായിട്ട് അങ്ങയോട് ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കൃപയും ഞങ്ങളുടെ സ്നേഹവും ധാരാളം കർത്താവിൻ്റെ നന്മയും കർത്താവിൻ്റെ പരിവാരവും ഒരാഴ്ചയുടെ കാലം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ ഇടിയാക്കി. സ്വർഗത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ കർത്താവെ ഞങ്ങളുടെ സനയിലെ തളവണക്കി അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മാറ്റപ്പെടുത്തുവാൻ, ആ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് കർത്താവെ വിട്ടുകൊടുക്കുവാൻ, കൃത്യമായ കർത്താവെ അങ്ങേ പാടുവാൻ, അങ്ങേ മാറ്റപ്പെടുത്തുവാൻ ലഭിച്ച നല്ല അവസരത്തിനായി, നല്ല ദിവസത്തിനായി, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ സമയത്തിനായിട്ട് നന്ദിയോടെ കർത്താവ് തിരുവോ ശേഷനാണെന്ന് കർത്താവ് ഇന്ന് പൽക്കാലം വീണ്ടും ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. അങ്ങ് 1000-10,000 ശേഷനായിരിക്കുന്ന കർത്താവാകിയ നന്ദിയോടെ ഞങ്ങൾ സകലത്തെയും സൃഷ്ടിച്ച കർത്താവാകിയ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കും. ഞങ്ങളുടെ സ്നേഹവും കർത്താവ് ഞങ്ങളുടെ ദയയും ഞങ്ങളുടെ വിശ്വസ്തതയും നിത്യമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പൽക്കാലം ഞങ്ങൾ ഇടിയാക്കിയ നന്ദിയോടെ സ്തുതിക്കും. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ആ സ്നേഹവാനായ കർത്താവ് ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടി 33 വർഷക്കാലം ഇപ്പോൾ ജീവിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മധ്യഭാഗത്ത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവാകെ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉളുപ്പുകളെയും നിലവുകളെയും ആരാഞ്ഞ് പരിശോധിക്കുന്ന ഒരു ശേഷനായ കർത്താവിന് മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ കർത്താവെ സന്നിധി പൂർണ്ണമായി താഴ്ത്തിയേൽപ്പിച്ച് കർത്താവെ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധ ഏറ്റുപാടുവാൻ വീണ്ടും പിതാവെ ഞങ്ങൾ ഇടിയാക്കി തോർത്ത് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൽ നിന്ന് വളരെ ദൂരെയായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ഈ ലോകത്ത് ദൈവമില്ലാതെ ജീവിച്ച കർത്താവെ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇസ്രായേലോട് ബന്ധമില്ലാത്തവരും ഞങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരുമായ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവെ അന്ന കാലത്ത് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളുടെ മക്കളാക്കി ഞങ്ങളെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ച, ഞങ്ങളെ പരിപാലിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന, അത്ഭുതമായി നിലനിർത്തുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളായ കർത്താവെ ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായിട്ടുള്ള തൽക്കാലം നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങ് തിരുസ്നേഹവാന ദൈവമാണ്, ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവാണ്, ഞങ്ങളെ വിശ്വസ്തത നിലനിർത്തുന്ന ദൈവമാണ്, ഞങ്ങളെ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവമാണ്, ഞങ്ങളെ നിത്യമായി പരിപാലിക്കുവാൻ കഴിവുള്ള കർത്താവാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാൻ ലോകത്തിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവിന്റെ കൂടെ ആയിരിക്കാൻ ലഭിച്ചിരിക്കുന്ന മകൻ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സ്നേഹിപ്പാൻ അങ്ങേക്ക് വിധം തോന്നിയപ്പോൾ, ഞങ്ങളെ വിടിയിപ്പാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയപ്പോൾ സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് വേണ്ടി കാലിൽ നിന്ന് യാഗമായി തീർന്ന ഞങ്ങളുടെ കർത്താവിനായിട്ട് ഞാനായിട്ട് നന്ദിയോടെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. യോഗ്യനായ കർത്താവിനെ ഇന്ന് പൽക്കാലം പാടി സ്തുതിക്കുവാൻ, ഹൃദയമായ കർത്താവെ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുവാൻ, സ്തോത്രയാഗം ഇടാതർപ്പിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് ധരിക്കുന്ന പ്രാഗൽഭ്യത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മേശയിട്ടിരുന്നുകൊണ്ട് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിപ്പാൻ ഇന്ന് പൽക്കാലം വീണ്ടും കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. അനേക കാര്യങ്ങൾക്ക് ലോകത്തിലുള്ള അനേക ലക്ഷങ്ങൾ കർത്താവെ സാധ്യമാകാതെ ഈ ലോകത്തിന്റെ മ്ലേച്ഛകൾ പാപത്തിന് ചെളിക്കുട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച ഞങ്ങളുടെ കർത്താവിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങനെ അടികളേറ്റു, നിന്ദകളേറ്റുവാകും. സ്വന്തം ജാതിയുടെ കർത്താവെ അങ്ങ് തള്ളപ്പെട്ടു. അതോട് പുറം ജാതിക്കാതെ ഞങ്ങൾ കർത്താവെ അങ്ങനെ സന്നിധിയിലേക്ക് ലഭിച്ച പ്രവേശനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാടാത്ത പുറത്തു വെച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൈകളും കാലുകളും ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടു. ഞങ്ങളുടെ പുറകെ ഒഴിഞ്ഞാലും പോലെ കയറപ്പെടുവാനായി തീർന്നു. അങ്ങനത്തെ അവസാനത്തിലുവരെയും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഊറ്റി തന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പാപക്കറകളെ കഴുകി വിശദീകരിച്ച് ഞങ്ങളുടെ മക്കളും പ്രിയ മക്കളുമാക്കി തീർന്ന ആ മകസ്നേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി കർത്താവെ അങ്ങ് യോഗ്യനാണ്, അങ്ങ് മാത്രം യോഗ്യനാണ്, അങ്ങ് മാത്രം ഞങ്ങളുടെ കർത്താവാണ്, അങ്ങാണ് ഏക ദൈവമെന്ന് കർത്താവെ വിളിച്ചു പറയുവാൻ, ഒരുമിച്ച് പാടുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുകയാണ്. ഈ ലോകത്തിലെ കഷ്ടവും ഭാരങ്ങളും നിന്ദകളും പരിഹാസങ്ങളും രോഗങ്ങളും കടന്നീരൊക്കെ മാറി ഞങ്ങളുടെ കർത്താവിനോട് ചേർന്ന് വാഴുവാനുള്ള സൗഭാഗ്യം ആസനഭാവം ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കും. ആ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നിത്യനായ കർത്താവിനെ, തേജോമനായ കർത്താവിനെ, സകലരും വന്ദിക്കുന്ന കർത്താവിനെ ഒരുമിച്ച് ഇന്ന് കർത്താവെ ഞങ്ങൾക്ക് ഈ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങേ പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല സൗഭാഗ്യത്തിനായി സംഗീതങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും ഇന്ന് പലക്കാലം അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം നിയാകരിപ്പിച്ച് കർത്താവെ അങ്ങ് ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം. അങ്ങ് സരസ്വതിക്കും സ്തോത്രത്തിനും ബലത്തിനും ബഹുമാനത്തിനും യോഗ്യനായ കർത്താവാകിയ
ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും ബഹുമാനവും ഒക്കെയും അങ്ങനെ സ്ഥലം അർപ്പിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു യേശു കർത്താവിൻ്റെയും വിലയേറിയ നാമത്തിൽ.